ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് സംസാരിക്കാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിനെ പറ്റിയാണ്. അതായത് അധികാരം തലയ്ക്ക് പിടിച്ചാൽ മനുഷ്യൻ മൃഗമാണ്. അതാണ് ഈ സ്റ്റോറി. 3 മന്ത്രവാദികൾ വന്ന് നിങ്ങളുടെ ഭാവി പറയുകയാണ്, നീ നാളത്തെ രാജാവാകും. കേൾക്കുമ്പോൾ നല്ല രസം തോന്നും. പക്ഷെ ആ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ വീണാൽ അധികാരം പിടിച്ചെടുക്കാൻ നിങ്ങൾ സ്വന്തം ചോരയെ പോലും കൊല്ലാൻ മടിക്കില്ല. ഇതാണ് വില്യം ഷേക്സ്പിയറിൻ്റെ ഏറ്റവും ക്രൂരവും ഒരു ഡാർക്ക് ക്ലാസിക് സ്റ്റോറിയായ മാക്ബത്ത്. ഇതിൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ദ ട്രാജഡി ഓഫ് മാക്ബത്തും രണ്ടും 2 കാലഘട്ട സിനിമയാണ്. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒന്ന് നോർമലും. ഒരു മൂവി നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, മറ്റൊരു മൂവി ഫ്ലെക്സ് എന്ന പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. അപ്പം ഞാനിതിൻ്റെ കഥയൊന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. ഈ 2 സിനിമകളിലെയും മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരവും അന്ധമായ മോഹം, പിന്നെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന കുറ്റബോധം. കഥ നടക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. മാക്ബത്ത് എന്ന ഗ്രേറ്റ് വാരിയർ, അദ്ദേഹം ഒരു യുദ്ധം ജയിച്ച് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ വഴി വിളിച്ചിട്ട് 3 മന്ത്രവാദികൾ കാണും. അവർ മാക്ബത്തിനോട് പറയും, നീ വൈകാതെ തന്നെ പ്രഭുവാകും, അതിനുശേഷം സ്കോട്ട്ലൻഡിൻ്റെ രാജാവുമാകും. വിതിൻ എ ഫ്യൂ ഡേയ്സ് സ്കോട്ട്ലൻഡിലെ രാജാവ് ഇദ്ദേഹത്തെ കാണാൻ വരുന്നു. ഇദ്ദേഹത്തിന് പുതിയൊരു പ്രഭു പട്ടം കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് മാക്ബത്തിൻ്റെ മനസ്സിൽ അഹങ്കാരത്തിൻ്റെ ഒരു ആർത്തിയുടെ ഒരു വിത്ത് മുളയ്ക്കാൻ തുടങ്ങുന്നത്. കാരണം മന്ത്രവാദികൾ പറഞ്ഞു, അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഡിക്ഷൻ യാഥാർത്ഥ്യമാവുകയാണ്. മാക്ബത്ത് എന്ത് ചെയ്തു? ഇദ്ദേഹം ഈ കാര്യം ഇദ്ദേഹത്തിൻ്റെ വൈഫായ ലേഡി മാക്ബത്തിനും കാര്യം പറയുന്നു. ഇത് കേട്ട ലേഡി മാക്ബത്ത് എന്തായാലും രാജാവാകും, കാരണം പ്രഡിക്ഷൻ എല്ലാം കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ നന്നായിട്ട് ഇങ്ങനെ എരി കയറ്റിയിട്ട് പറയും, എന്തായാലും രാജാവ് ഇപ്പം നമ്മുടെ കൊട്ടാരത്തിൽ അതിഥിയായിട്ടുണ്ട്. അപ്പോൾ ഈ നിമിഷം അദ്ദേഹത്തെ കൊല്ലുകയാണെങ്കിൽ നമുക്ക് തന്നെ രാജാവുമാകാം. അപ്പോൾ ഈ വൈഫ് ഇങ്ങനെ എരി കയറ്റി അവസാനം മാക്ബത്ത് രാജാവിനെ കൊല്ലുന്നു. അങ്ങനെ രാജാവിൻ്റെ കിരീടം മാക്ബത്തിന് തലയിൽ വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ രാജാവായതിനു ശേഷം മാക്ബത്തിന് പിന്നെ മനസമാധാനം എന്ന് പറഞ്ഞ കാര്യമില്ല. അദ്ദേഹത്തിന് പേടിയും ഭ്രാന്തും പിടിച്ചിങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലാവും. ഇനി തനിക്കെതിരെ ആരെങ്കിലും തിരിയുമോ എന്ന ഭയത്തോടെ അവൻ്റെ ഉറ്റ സുഹൃത്തായ ബാങ്കോയും കൊല്ലിക്കുന്നു. അപ്പം സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴത്തേക്കും അയാൾ കൊച്ചുകുട്ടിയെ പോലും വെറുതെ വിടുന്നില്ല. കയ്യിൽപ്പെട്ട് ചോരപ്പാട് കഴുകിക്കളയാൻ പറ്റാതെ ലേഡി മാക്ബത്തും ഭ്രാന്ത് പിടിച്ച് മരിക്കും. മന്ത്രവാദികൾ അവനോട് വീണ്ടും പറയും, ഒരു സ്ത്രീ പ്രസവിച്ച ആർക്കും നിന്നെ കൊല്ലാൻ കഴിയില്ല. അത് കേട്ടാൽ തന്നെ അമരനാണെന്ന് മാക്ബത്ത് വിശ്വസിക്കും. എന്നാൽ ഈ ക്ലൈമാക്സിൽ ഒരു യുദ്ധമുണ്ട്, അതായത് മാക്ഡഫും മാക്ബത്തും തമ്മിൽ. അവിടെ വെച്ച് മാക്ബത്തിൻ്റെ തല അറുത്ത് കളയും. എന്നിട്ടൊരു ഡയലോഗുണ്ട്, ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് സാധാരണ രീതിയിൽ ജനിച്ചതല്ല, വയറ് കയറി പുറത്തെടുത്താണ്. ഈ സെക്ഷൻ അവിടെയാണ് മാക്ബത്തിൻ്റെ അഹങ്കാരം തകർന്നു വീഴുന്നത്. അത് ഒറ്റ പെണ്ണ് തല തെറിക്കുകയും ചെയ്യുന്നു. അവസാനം മാക്ബത്തിന് കൂട്ടായിട്ടുള്ളത് ഈ ശവപ്പറം മാത്രവുമാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ ദുരാഗ്രഹം എങ്ങനെ അവന് രാക്ഷസനാക്കി മാറ്റാമെന്നും ഒടുവിൽ അവനെ നാശത്തിലേക്ക് നയിക്കാമെന്നും കാണിച്ചത് മാസ്റ്റർ പീസ് സിനിമയാണിത്. സിനിമ ഈ നോവൽ വായിച്ചുള്ളവർക്ക് സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയും ഈ ആമസോൺ മൂവിയും രണ്ട് ടൈപ്പാണ്. നല്ല സ്ലോ മൂവിങ് ഒരു മൂവിയാണത്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ യുദ്ധം അടി അങ്ങനൊന്നുമില്ല. ഭയങ്കര സ്ലോ ആയിട്ട് കഥ എന്താണോ ബുക്കിൽ എഴുതി അതുപോലെ തന്നെ കോപ്പി ചെയ്തൊരു നരേഷനാണ് ഈ മൂവിയിലുള്ളത്. അപ്പം ക്ലാസിക് മൂവീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ മൂവി ഒന്ന് കാണാം. കണ്ടവർ അഭിപ്രായം പറയുക, കാണാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.